ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നാവിൽ അലിഞ്ഞു പോകുന്ന പറയില്ലേ, അതുപോലെ രുചികരമായിട്ടുള്ള നല്ലൊരു പാലവൽ കേസരിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. നമ്മുടെ ഈ കേസരി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അവിലാണ്. ഞാനിപ്പോൾ 2 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് അവിലെടുക്കുന്നത്. 2 കപ്പ് നിറയെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അവൽ വെള്ള അവലാണ്, അതുപോലെ തന്നെ കുറച്ച് തിക്കായിട്ടുള്ള അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയായിട്ടുള്ള അവൽ, നല്ല തിന്നായിട്ടുള്ള അവലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് എടുക്കണം. അതായത് ഈ 2 കപ്പ് എന്നുള്ളത് 4 കപ്പ് അളവിൽ അവലെടുക്കേണ്ടതായിട്ട് വരും, തിന്നായിട്ടുള്ള അവലാണെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനാക്കണ്ട, ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ റവയൊക്കെ പൊടിച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് പുട്ടിൻ്റെ പൊടിയൊക്കെ പൊടിച്ചെടുക്കില്ലേ, അതുപോലെയാണ് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി വേണ്ടത് നമ്മുടെ കേസരി തയ്യാറാക്കാനുള്ള ഒരു കടായി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആദ്യം ചേർക്കേണ്ടത് നെയ്യാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ഒരു 10ഓളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് വറുത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് എടുക്കുകയാണ് കേട്ടോ. ഇത് ഇത്രയും മതിയാവും. അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് കുറച്ച് മുന്തിരിയും കൂടി വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറയാണ് കേട്ടോ മുന്തിരി ചേർത്തിട്ടുള്ളത്. മുന്തിരി അണ്ടിപ്പരിപ്പെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ മുന്തിരി ഒന്ന് ചൂടായി കിട്ടും. ഇതുപോലെ ഇങ്ങനെ ബലൂൺ പോലെ ഒന്ന് പെരുകി കഴിഞ്ഞാൽ നമുക്ക് മുന്തിരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇനി ബാക്കി വന്ന ഈ ഒരു നെയ്യിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് നമ്മുടെ അവൽ ചേർക്കാവുന്നതാണ്. അവൽ ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വറുത്ത് കൊടുക്കാം. അവലിൻ്റെ കളറൊന്നും ഒരുപാട് മാറണം എന്നുള്ള ആവശ്യമൊന്നുമില്ല, ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മളൊന്ന് വറുക്കണം കേട്ടോ. ഒട്ടും തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചെയ്തേക്കണം. നമ്മുടെ അവൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടായി നല്ലൊരു അവലിൻ്റെ നല്ലൊരു ഫ്ലേവർ ഒന്ന് തുടങ്ങും കേട്ടോ. അതുവരെ നമ്മളൊന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ അവലെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടായി നല്ലൊരു മണം വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്, അതായത് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 2 കപ്പ് അവലാണ്. 2 കപ്പ് അവലിന് 4 കപ്പ് അളവിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളവും 2 കപ്പ് അളവിൽ പാലുമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ 2 കപ്പ് അളവിൽ വെള്ളം ചേർക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. അത് കട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ പാലും കൂടി ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ പാലും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ കണ്ടോ, ഒരല്പസമയം മാറിക്കഴിഞ്ഞാൽ അതൊന്ന് കട്ട പിടിക്കും കേട്ടോ. അതിൻ്റെ പേരിലാണ് പെട്ടെന്ന് പാലും വെള്ളവും ഒന്ന് ചേർത്തേക്കണം. നന്നായിട്ട് തന്നെ സ്പാച്ചില വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് കുറച്ചിന് വെച്ചിരിക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമ്മളിതൊന്ന് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൽ നിന്ന് ഇങ്ങനെ ചെറിയ രീതിക്ക് തന്നെ തിള വരും, അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ തിള വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങുകയാണ്. ഇതുപോലെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് മധുരമായിട്ട് 3/4 കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് അളവിൽ വരെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒന്ന് ലൂസായി കിട്ടും കേട്ടോ. പഞ്ചസാരയെല്ലാം അലിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് ലൂസായി തുടങ്ങും. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഒരല്പം കുങ്കുമപ്പൂവ് ചേർക്കാവുന്നതാണ്. തികച്ചും ഓപ്ഷനിലാണ്. ഒരു പൂ മഞ്ഞ പോലത്തെ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ കിട്ടും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. ഇതില്ലാതെ നമുക്ക് സൂപ്പറായിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇതുപോലെ ഒരല്പം കുങ്കുമപ്പൂവ് ചേർക്കുകയാണേ. അപ്പോൾ മാത്രം ചെറിയൊരു ലൈറ്റ് യെല്ലോയിഷ് കളർ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. അപ്പം ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക മാത്രം ചേർത്ത് പൊടിച്ചതാണ്. അതിൻ്റെ പേരിൽ 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അതല്ല നമ്മളിപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് തിളക്കട്ടെ.
ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ആ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി ചേർന്നിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റായിട്ടുള്ള ഒരു ചെറിയൊരു മഞ്ഞിഷ് കളറും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു കളറാണ് ലൈറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്ക് ഇതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർക്കാം. ഒരല്പം ഞാനിതൊന്ന് മാറ്റി വെക്കുകയാണ്. ഒന്ന് ലാസ്റ്റിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടി ചേർക്കണേ. വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു മധുരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിക്ക് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽ അവൽ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവണം. നമ്മുടെ തവിയിൽ നിന്ന് ഇതിങ്ങനെ ചെറുകി വീഴണം കേട്ടോ. അപ്പോൾ നമ്മൾ അവൽ വന്നിട്ട് നല്ല കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് നെയ്യ് ആവശ്യമായിട്ടുണ്ട്. നമ്മളെടുക്കുന്ന അവലിൻ്റെ അനുസരിച്ചിരിക്കും നെയ്യിൻ്റെ അളവ് കൂടുതലും കുറവായിട്ട് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല സൂപ്പറായിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ റവ കേസരി ഉണ്ടല്ലോ, ആ റവ കേസരി പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ രണ്ടിൻ്റെയും ടേസ്റ്റ് വ്യത്യാസമാണ്. കാരണം നമ്മളിത് അവലിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ 2 ടേസ്റ്റ് വ്യത്യാസമാണ്. പ്രത്യേക വിശേഷ ദിവസങ്ങളിലേക്ക് ഒരല്പം മധുരം വീട്ടിൽ തയ്യാറാക്കണം തോന്നുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാൽക്കേസരിയാണ് കേട്ടോ ഇത്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. വീണ്ടും നല്ല ഉഷാറായിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.